ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം ദുബായ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ഇവിടുത്തെ സമയവും ഒരു മണിയായപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിയത്. ബുർജ് ഖലീഫയും അവിടുത്തെ വാട്ടർ ഷോയും അതോടൊപ്പം ദുബായ് മാള് ഒക്കെ കറങ്ങിയിട്ട് രാത്രി 1 മണിയായി റൂമിൽ വന്നപ്പോഴത്തേനും. ഇന്നലെ കൊച്ചിയിൽ നിന്ന് കയറി 9:50 കയറി 1 മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടും ദുബായ്ക്ക് ബസ്സുകളുണ്ട്. ദുബായ് ഇബിൻ ബത്തൂത്ത മാളിൻ്റെ സമീപത്ത് വരെ നമുക്ക് ബസ് കിട്ടും. 110 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ബസ്സുകളെത്തും. 35 ദിർഹമാണ് ചാർജ് വരുന്നത് ഒരാൾക്ക്. അത് കറക്റ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇബിൻ ബത്തൂത്ത മാളിൻ്റെ അടുത്ത് വന്നു. ഇബിൻ ബത്തൂത്ത മാളിൻ്റെ അടുത്ത് അത് അവിടെ മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെയുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ദുബായ് ടൗൺ സിറ്റി തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ വരെയാണ് എയർപോർട്ടിൽ നിന്നുള്ള ബസ്സുകൾ വരുന്നത്. അല്ലാത്ത ബസ്സുകൾ ഈ നമ്മുടെ അൽ ഗുബൈ ബസ് സ്റ്റേഷൻ വരെ ഇത് വരുന്നുണ്ട്. മറ്റ് ഇവിടെ വന്ന് അപ്പോൾ അവിടേക്ക് നമ്മുടെ ഒരു സുഹൃത്തും ഫാമിലിയും വന്ന് നമ്മളെ പിക്ക് ചെയ്തു. പിന്നെ അവർ നമ്മളുടെ ദുബായിലുള്ള കാര്യങ്ങൾ, അബ്ര, അതേപോലെ തന്നെ മാള്, അങ്ങനെ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം 1 മണിക്കാണ് ഇവിടെ വന്നത്. ഇന്ന് രാവിലെ ഞങ്ങളിപ്പം ഒരു ഡെസേർട്ട് സഫാരി റിസർവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായ് മെട്രോ വന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് ഒന്ന് കയറണം. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അതൊക്കെ ഇന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മോളിൽ നിന്നുള്ള കാഴ്ചകൾ ആണ്. നല്ല ഹോട്ടലൊക്കെയാണ്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിത് ഇന്ന് വെക്കേറ്റ് ചെയ്യണം. ഇന്ന് വെക്കേറ്റ് ചെയ്ത് രാത്രി ഞങ്ങൾ അബുദാബിക്ക് തന്നെ തിരിച്ചു പോകും. കാരണം നാളെ രാവിലെ അവിടെ നിന്നാണ് ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകും. ബാക്കി കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാം. നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ്. ഡെസേർട്ട് സഫാരിയും ഡെസേർട്ട് ഡ്രൈവിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ കൂടെ. ഇവിടെ നിന്ന് 40-50 കിലോമീറ്റർ ദൂരെയാണ്. ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോയിട്ട് എന്നാൽ നമ്മൾ കണ്ടിട്ട് തിരിച്ച് വൈകുന്നേരം അബുദാബിക്ക് പോകണം. ദുബായിയുടെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോവാണ്. നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോവുകയാണ്. ദുബായ് നഗരത്തിൻ്റെ രാജവീഥികൾ പിന്നിട്ട് മണലാരണ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഒരു ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അതിപ്പം ആദ്യം നമ്മളെ ഒരു ഗോ കാർട്ട് അല്ലെങ്കിൽ ഡെസേർട്ട് ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു അരമണിക്കൂർ അവിടെ നിർത്തി നമുക്ക് ബൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നേരെ അവരുടെ വാഹനത്തിൽ കയറ്റി മണലാരണ്യങ്ങളിലൂടെ കുത്തിമറിച്ച് വണ്ടി ഓടിച്ച് നമ്മളെ അതിൻ്റെ ആ ഒരു ഫീൽ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ആ വാഹനത്തിനകത്ത് കയറി ഡെസേർട്ടിലൂടെ ഇങ്ങനെ വാഹനം ഓടിക്കുന്നതും കയറ്റിറക്കങ്ങളിലൂടെ പോകുന്നതൊക്കെ വെച്ചാൽ വല്ലാത്തൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ ഒരു ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് ക്യാമ്പിൽ അവിടെ ഈ ഫയർ ഡാൻസും അതേപോലെ തന്നെ ബെല്ലി ഡാൻസും ഡിന്നറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പം ഇതൊരു പാക്കേജാണ്. ഈ 3 കാര്യങ്ങളും അടങ്ങിയ ഒരു പാക്കേജാണ് സാധാരണഗതിയിൽ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ടൗണൊക്കെ കഴിഞ്ഞ് മണലാരണ്യങ്ങളിലും എത്തിത്തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ്. എന്തായാലും ഇവിടെ വന്നിട്ടൊരു കാപ്പി കുടിക്കാമെന്ന് വെച്ച് ഒരു കാപ്പിയെല്ലാം കുടിച്ചിങ്ങനെ നമ്മൾ എന്താണ് മഡ് കാർട്ടൊക്കെ ഓടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുഴുവൻ ഇങ്ങനെ ഭയങ്കര വൈബാണ്. എല്ലാം ഗോ കാർട്ടിങ്ങും മറ്റേ ഡെസേർട്ട് ഡ്രൈവിങ്ങും ക്യാമൽ റൈഡിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വല്ലാത്ത എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് റോവർ വണ്ടിയിൽ ഇങ്ങനെ കുത്തിമറിഞ്ഞ് വരുന്ന ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഏത് കണ്ടോ, നല്ല കാറ്റുണ്ട്, മണൽക്കാറ്റ് ഡെസേർട്ടിൽ.
ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വണ്ടികളുടെയും ടയറിൻ്റെ കാറ്റ് ഒരു കുറയ്ക്കും, എന്നിട്ടേ പോകുള്ളൂ, എന്നാലേ കയറുള്ളൂ. ഇവിടെ വന്ന് തിരിച്ച് എല്ലാ വണ്ടിയും ഇങ്ങനെ കാറ്റ് നിറയ്ക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, അനുഭവിച്ച് തന്നെ അറിയണം. കാരണം ആ ഒരു യാത്രയും മണലുകളിലൂടെ യാത്രയും മണൽക്കാറ്റും ആ സിക്സാഗുള്ള യാത്രയൊക്കെ തന്നെ എടുത്ത് ഭയങ്കര ത്രില്ലിങ്ങാണ്. കണ്ണിലും മൂക്കിലും ഒക്കെ പൊടി മണലാണ്. ഇന്ന് 2 ദിവസത്തെ ദുബായ് യാത്ര ഇവിടെ തീരുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങളിപ്പം അബുദാബിക്കുള്ള ബസ്സിന് കയറാൻ പോവാണ്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഒരു ബസ്സിന് കയറി ബസ്സിന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ വന്നതാണ്. അബുദാബിക്ക് പോയി അവിടെ നിന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് പോയി. ദുബായിലെ കാഴ്ചകൾക്ക് സ്റ്റോപ്പ് തൽക്കാലത്തേക്ക്.